പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്റെ വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, അഭിഷേകാന്റെ ശുശ്രൂഷയിൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മിഷണറിമാരെ അച്ഛന്മാർ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അതായത് ഈ മലയാളമോ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജും മനസ്സിലാകാത്ത അനേകം സംസ്ഥാനങ്ങളിൽ, ഉൾപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പല ഗ്രാമങ്ങളിലുമൊക്കെ ആ വ്യക്തികളിരുന്ന് ഇതെല്ലാം ശുശ്രൂഷ സംബന്ധിക്കുന്നതിൻ്റെ ചില കാര്യങ്ങളൊക്കെ അയച്ചു തന്നെ ഞാൻ ഓർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകാന്ത ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി ഉണ്ടാകാൻ വേണ്ടി ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രത്യേകം എല്ലാവരും നന്ദിയോടുകൂടി കർത്താവിൻ്റെ സ്ഥലം സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയാ. ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ പ്രത്യേകം അഭിഷേകാന്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അധികം താമസിയാതെ അച്ഛൻ്റെ ഉടനൊരു എപ്പിസോഡിന് തീർച്ചയായിട്ടും വരും. ഈ നാളുകളിൽ പ്രത്യേകിച്ച് ധ്യാനങ്ങളെല്ലാം സഖ്യവും ധ്യാന കേന്ദ്രത്തിൽ വീണ്ടും ആരംഭിച്ചു. വെള്ളിയാഴ്ച കൺവെൻഷൻ, ശനിയാഴ്ച കൺവെൻഷൻ, താമസിച്ചുള്ള ധ്യാനങ്ങൾ, അതേപോലെ യുവജനങ്ങൾ കുട്ടികൾക്കുള്ള ധ്യാനങ്ങൾ, വൈദികരുടെ ധ്യാനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അച്ഛന് നല്ല തിരക്ക് വന്നിരിക്കുന്നത് കൊണ്ടാണ് അച്ഛൻ ഫ്രീക്വൻ്റ് ആയിട്ട് വട്ടാഴ്ചയുടെ ക്ലാസ്സിലൊക്കെ വരാൻ പറ്റാത്തത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ വചനം നിങ്ങൾക്ക് സുപരിചിതമായ വചനമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും. ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു വെച്ചു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂടുതൽ ഒരു ഉപരി വിശുദ്ധി. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, വിശുദ്ധനെന്ന് കരുതുന്നവൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ, കുറച്ചുകൂടി വിശുദ്ധീകരിക്കപ്പെടണം. ആ ആഗ്രഹത്തോടുകൂടി നല്ലൊരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഇന്ന് ഈശോയുടെ തിരുഹൃദയം നമ്മളെ ശുദ്ധീകരിക്കട്ടെ എന്നാണ് ഇന്നത്തെ അനുഗ്രഹം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് വലിയൊരു വിശുദ്ധീകരണം കർത്താവ് നമുക്കിന്ന് ജീവിതത്തിൽ തരും. പരിശുദ്ധാത്മാവാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വാക്കുകളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തികളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ശുദ്ധീകരിക്കുന്ന ആത്മാവേ, യേശയ്യ പ്രവാചകനെ വിശുദ്ധീകരിച്ചതുപോലെ കർത്താവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല 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 ഹല. ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. കൈകൾ അടിച്ച് ചേർന്ന് പാടി. ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ഓ കർത്താവേ, അവിടുന്ന് ബലിപീഠത്തിൽ അഗ്നി ഇറക്കി വിശുദ്ധീകരിച്ചതുപോലെ ദൈവമേ ഞങ്ങളുടെ ശരീരമാകുന്ന ദേവാലയത്തെ വിശുദ്ധീകരിക്കണമേ. ഈ ശരീരത്തിലെ പാപ പ്രവണതകൾ, അധമ വാസനകൾ
കർത്താവ്, ഞങ്ങളുടെ ചിന്താ രീതികൾ, ഞങ്ങളുടെ പ്രവർത്തന രീതികൾ, ജഡത്തിന്റെ ആസക്തികൾ, ഈ ലോകത്തിന്റെ ദുരാശകൾ, കർത്താവേ, അങ്ങനെ ഈ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന, ഞങ്ങളുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ ദുർവാസനകളെയും കർത്താവേ പരിശുദ്ധാത്മ ശക്തിയാൽ വിശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തിൽ ശുദ്ധീകരിക്കണം. വലിയ ദാഹത്തോടെ ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തിൽ ശുദ്ധീകരിക്കണം. കൈകൾ ഉയർത്തി കൈയടിച്ച് ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പാപത്തിന്റെ കളകളും എല്ലാ പാപത്തിന്റെ വേരുകളും അവിടുന്ന് പറിച്ചു കളയണമേ. യേശുവെ തിരുടത്തട്ട കഴുകണമേ. അവിടുത്തെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണം. കുടുംബം മുഴുവനെയും അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണം. കൈകൾ ഉയർത്തി ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, ശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ. അഭിഷേകം ചെയ്യണമേ. ആത്മാവാ ശക്തിപ്പെടുത്തണമേ. അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഓ കർത്താവേ, കണ്ണുകളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയോടെ കാണാൻ തക്കവിധം കർത്താവേ, കണ്ണുകളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഹല 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 ഹല. ദൈവമേ, വിശുദ്ധിയോടെ കേൾക്കാൻ തക്കവിധം ഞങ്ങളുടെ കാതുകളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ദൈവമേ, സദ്വചനങ്ങൾ, നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ തക്കവിധം ഞങ്ങളുടെ അധരങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ദൈവമേ, കർത്താവേ, ശരീരത്തെ വിശുദ്ധീകരിക്കണമേ. ശരീരത്തെ വിശുദ്ധീകരിക്കണമേ. മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ. ദൈവമേ, ശരീരത്തിലുള്ള രോഗപീഠകൾ, നാളുകളായിട്ടുള്ള പൈശാചിക പീഠകൾ, കർത്താവേ, കർത്താവേ, എല്ലാത്തരം അന്ധകാര പീഠകൾ ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ ശരീരത്തെ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവേ, ആരാധന ആരാധന. കർത്താവേ, മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. മനസ്സിന്റെ മുറിവുകൾ, ആരോടും പറയാത്ത സങ്കടങ്ങൾ, കർത്താവ് മനസ്സിൽ കിടക്കുന്ന ഭാരം, കർത്താവേ, മരിച്ചാൽ മതി എന്നുള്ള ചിന്തകൾ, നിരാശയ്ക്ക് അടിമപ്പെട്ട അവസ്ഥകൾ ഈശോയെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. നന്ദി പറയുന്ന അർത്ഥം, വിശുദ്ധീകരിച്ചതിന് നന്ദി പറയുന്ന അർത്ഥം, സുഖപ്പെടുത്തിന് നന്ദി പറയുന്ന അർത്ഥം, അഭിഷേകം ചെയ്തതിന് ഓർത്ത് നന്ദി പറയുന്ന അർത്ഥം, നന്ദി പറയുന്ന അർത്ഥം, സമാധാനം നൽകുന്നതിനോർത്ത് നന്ദി പറയുന്ന അർത്ഥം. ഓരോ ഹൃദയങ്ങളെ തൊടുന്ന കർത്താവേ, പിതാവേ, കരുണയായിരിക്കണേ. പുത്രനായ ഈശോയെ സ്വന്തമാക്കണമേ. പരിശുദ്ധാത്മാവെ നയിക്കണമേ, വിശുദ്ധീകരിക്കണം. പരിശുദ്ധ തൃത്വത്തിൻ്റെ ആവാസം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം.
ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമുക്ക് നടുവിൽ ഈശോ വരുവാൻ എളുപ്പമാർഗം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ അതിന് 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 9 to 11. നമുക്ക് സ്ക്രീനിൽ നോക്കി അല്ലെങ്കിൽ ബൈബിൾ ഉള്ളൊരു ബൈബിൾ നോക്കി വചനങ്ങൾ ഉച്ചത്തിൽ നന്നായിട്ട് വായിക്കാം. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. അവൾ ചെന്ന് അവനോട് കൂടി ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിൽ ആണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മഗ്ദലന മറിയത്തിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് മഗ്ദലന മറിയം ആ ഒരു വലിയ ദൈവിക അനുഭവത്തിൽ ഓടി ചെന്ന് ശിഷ്യന്മാരെയും വേണ്ടപ്പെട്ടവരെല്ലാം ഈ കർത്താവ് ഉത്ഥാനം ചെയ്തു, കർത്താവിനെ ഞാൻ കണ്ടു എന്നുള്ള സദ്വാർത്ത വളരെ തീക്ഷ്ണതയോടെ തീവ്രതയോടെ അറിയിച്ചെങ്കിലും ആ കേട്ടവരൊന്നും അത് വിശ്വസിച്ചില്ല. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത് തന്നെയാണ്. ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് വചനങ്ങൾ, ഈ വചനങ്ങൾ വൈദികരിലൂടെയും സമർപ്പിതരിലൂടെയും ആത്മായ ശുശ്രൂഷകരിലൂടെയും പല വിധത്തിലും മീഡിയയിലൂടെയും പല വിധത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ വചനത്തെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു അപകടകരമായ സംഗതിയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് അപ്പോസ്തലന്മാർക്കുണ്ടായ വലിയൊരു പ്രശ്നം തന്നെയാണ്. ആദിമ സഭയിൽ ആദിമ ഈശ്വര ഉദ്ധാനത്തിന് ശേഷം അവർക്കുണ്ടായ ഒരു അനുഭവം തന്നെയാണത്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിന്റെ 12, 13 തിരുവചനങ്ങൾ. ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 12 and 13 നമുക്ക് വായിക്കാം. ഇതിനു ശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്ക് സഹോദരങ്ങളെ, ഈശോ പ്രത്യക്ഷപ്പെട്ട് ആ വചനങ്ങളെല്ലാം നിറവേറി ഇത് അനുഭവിച്ച് ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, ഈശോ തന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ പീഡ സഹിക്കുമെന്നും മരിക്കുമെന്നും 3-ാം ദിവസം ഉദ്ധാനം ചെയ്യുമെന്നും വളരെ വ്യക്തമായിട്ട് പല വിധത്തിൽ പീഡാനുഭവം 1, 2, 3 അല്ലെങ്കിൽ ഉത്ഥാന പ്രവചനങ്ങളോട് എല്ലാം അപ്പോസ്തലന്മാർ ശരിക്കും പറഞ്ഞു പഠിപ്പിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ന് മാത്രമല്ല, ഈശോ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് അവര് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ടതുമാണ്. പക്ഷെ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു അപകടമെന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ, എഴുതപ്പെട്ട വചനങ്ങൾ അത് സത്യമാണെന്നും സംഭവിക്കുന്നുവെന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഇനി സംഭവിക്കുമെന്നും ഉറപ്പായിട്ട് വിശ്വസിക്കുന്ന ഒരു കൃപ നേടിയെടുത്തില്ലെങ്കിൽ വലിയ അപകടം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിനെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിന്റെ 27 മുതൽ 31 വരെയുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 16 വേഴ്സ് 27 to 31 നമുക്ക് വായിക്കാം. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകരുടെ ഈ സ്ഥാനത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹാമേ, അങ്ങനെയല്ല, മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, അതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ലാസർ മരിച്ചു, ധനവാൻ മരിച്ചു. ലാസർ അബ്രാഹത്തിന്റെ അടുത്ത്, ധനവാൻ മറ്റൊരു സ്ഥലത്ത് അങ്ങനെ കിടക്കുമ്പോൾ ഈ ധനവാന് തൻ്റെ കൂട്ടത്തിലുള്ള സഹോദരന്മാരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി വലിയ ഉത്സാഹം വരികയാണ്. എന്നിട്ട് അബ്രാഹത്തോട് പറയാണ്, ഈ ലാസറിനെ അയക്കണം. ലാസർ ചെന്ന് പറഞ്ഞ് അവർ വിശ്വസിക്കും.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ അബ്രാഹാം പറയുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. മോശയും പ്രവാചകന്മാരും പറയുന്നത് വിശ്വസിക്കുന്നില്ലാത്തവർ, ഇനി ലാസർ അല്ല ആരും മരിച്ചവരിൽ നിന്ന് ഉയർത്തി എന്നാലും അവർക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല. എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? ബൈബിൾ പഠിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാം, മോശയും പ്രവാചകന്മാരും എന്ന് പറയുന്നത് ബൈബിളിൽ പഞ്ചഗ്രന്ഥിയെയും പഴയ നിയമത്തിലെ എല്ലാ പ്രവചനങ്ങളെയും സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. മോശയും പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ പഴയ നിയമം മുഴുവൻ കഴിഞ്ഞു. അതുകൊണ്ട് അന്നുള്ളത് പഴയ നിയമമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ആ വചനങ്ങൾ വിശ്വസിക്കാൻ സാധിക്കാത്തവന് ഒരാൾ നേരിട്ട് ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞു വെച്ചിരിക്കുന്ന വചനങ്ങൾ വിശ്വസിക്കാൻ സാധിക്കാതെ പോകുന്നത് എത്ര വലിയ അപകടകരമായ. ഉറക്കെ പറയാം ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവിനെ തിരിച്ചറിയുന്ന, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. മുമ്പേ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. മഗ്ദല മറിയത്തിന് ഈശോ പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങൾ നമുക്ക് മനസ്സിൽ കാണാം. അവിടെ മഗ്ദല മറിയത്തെക്കുറിച്ച് മനോഹരമായ ചില വചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൾ അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ കല്ലറയിലേക്ക് ഓടുന്നു. കർത്താവിനെ കാണാനുള്ള വലിയൊരു ആഗ്രഹമാണ്, കർത്താവിനെ അനുഭവിക്കാനുള്ള തീക്ഷ്ണതയാണ്, അവൾക്ക് ഈശോയുള്ള സ്നേഹമാണ് അതിലൂടെ എല്ലാം വ്യക്തമാക്കുന്നത്. എന്നിട്ട് അവിടെ ദൂതന്മാരെ കാണുന്നു, അവൾ അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. കർത്താവിനെ കണ്ടിട്ട് തോട്ടക്കാരനാണെന്ന് വിചാരിക്കുന്നു. ഗുരുവിനെ എവിടെ എടുത്തോണ്ട് പോയെന്ന് ചോദിക്കുന്നു. ഇതെല്ലാം അവൾക്ക് ഈശോനെ കാണാനുള്ള വലിയ അതിയായ ആഗ്രഹത്തിന്റെ വെളിപ്പെടുത്തലാണ്. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. എന്നിട്ട് ശിഷ്യന്മാരെ വിവരം അറിയിക്കുന്നു, തിരിച്ചു വരുന്നു, കല്ലറയിൽ കുനിഞ്ഞു നോക്കുന്നു. പിന്നെ അവൾ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കല്ലറയിൽ എന്തുമാത്രം കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് എൻ്റെ സഹോദരങ്ങൾ, അവസാനം എങ്ങനെയാണ് ഈ മഗ്ദല മറിയം ഈശോയെ തിരിച്ചറിയുന്നത്? മഗ്ദല മറിയത്തെ പേര് ചൊല്ലി കർത്താവ് വിളിക്കുന്ന ആ വചനം കേട്ടപ്പോഴാണ് മഗ്ദല മറിയത്തിന് ഇത് തന്റെ ഗുരു തന്നെയാണെന്നുള്ള ബോധ്യം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മഗ്ദല മറിയം ഉദ്ധിതനായ ഈശോയെ തിരിച്ചറിഞ്ഞത് അവിടുത്തെ വചനത്തിലൂടെയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഉദ്ധിതനെ തിരിച്ചറിയാന് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വചനത്തിലൂടെയാണ് കർത്താവിനെ തിരിച്ചറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, ഉദ്ധിതനായ ഈശോനെ തിരിച്ചറിയണമെങ്കിൽ ചില അടയാളങ്ങളിലൂടെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ചില അടയാളങ്ങൾ വേണം. അപ്പോ മറിയം എന്ന് പറയുന്ന സംബോധനയിൽ, ആ പേര് വിളിയിൽ, ആ വചനത്തിൽ ഒരു അടയാളമാണ്. എന്ന് പറയുന്നത് പോലെ ദൈവവുമായി ബന്ധപ്പെടാൻ അവിടുന്ന് മനുഷ്യന് കൽപ്പിച്ചടയാൻ നൽകിയിരിക്കുന്ന ഒരു അടയാളം, ഒരു മാധ്യമമാണ് വചനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഇവിടെ ഉത്തിതന്റെ വചനം മറിയത്തിന് ഉത്തിനെ തിരിച്ചറിയാനുള്ള മാധ്യമമായിട്ട് തീർന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസത്തോടെ ആരൊക്കെ വചനത്തെ സമീപിക്കുന്നുവോ, വിശ്വാസത്തോടെ ആരൊക്കെ വചനവിശ്വാസത്തോട് സംബന്ധിക്കുന്നുവോ, വിശ്വാസത്തോടെ ആരൊക്കെ വചനം വായിക്കുന്നുവോ, വിശ്വാസത്തോടെ ആരൊക്കെ വചനം പറയുന്നുവോ, വിശ്വാസത്തോടെ ആരൊക്കെ വചനം തമ്മിൽ ഷെയർ ചെയ്യുന്നുവോ, അവിടെ എല്ലാം ഉത്തിതനായ ഈശോനെ കണ്ടുമുട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ദൈവശാസ്ത്രജ്ഞന്മാർ ഈ ഭാഗത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന അങ്ങനെ തന്നെയാണ്. ഇനി ഉദ്ധിതനായ ഈശോനെ കാണേണ്ടത് പരിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ വചനത്തിലൂടെയുമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ, എപ്പോഴൊക്കെ വചനത്തെ സ്വീകരിക്കുന്നുണ്ടോ, അവിടെ എല്ലാം ഉദ്ധിതൻ വരും, ഈശോയുടെ സാന്നിധ്യം വരും. മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ തിരുവചനം വചനം വെളിപ്പെടുത്തുകയാണ്. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വചനമാണ്, മാറ്റമില്ലാത്ത വചനമാണ്. നമ്മൾ 2-3 പേർ ഒരുമിച്ച് കൂടിയിട്ട് കുറച്ച് സമയം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉദ്ധിതൻ അവിടെ വരില്ല. എന്നാൽ ഈശോയുടെ നാമത്തിൽ ഒന്നു ചേർന്നിട്ട് ഈശോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, വചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, കർത്താവിനെ ആരാധിക്കുമ്പോൾ, കർത്താവിനെ സ്തുതിക്കുമ്പോൾ, പ്രകീർത്തനങ്ങൾ ഉയർത്തുമ്പോൾ, എൻ്റെ സഹോദരൻ അവിടെ ഈശോ അപ്പം വരും.
അത് വചനത്തിന് മാറ്റം. അങ്ങനെ കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കണം. എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന വലിയൊരു കൃപയാണ്, കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നിങ്ങൾക്ക് ആ കൃപ ഇരട്ടിയാകട്ടെ. ഹല്ലേലൂയ. Hallelujah. അത് വളരെ ശരിയാണ്. ബൈബിളിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 14-15 തിരുവചനങ്ങൾ. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 14 and 15. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ആരാ കഥാപാത്രം നിങ്ങൾക്കറിയാം. എമ്മാവുസിലേക്ക് പുറപ്പെട്ടു പോയ ശിഷ്യന്മാരാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരെന്താ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം? അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ കാണുന്ന ചില സംഗതികളല്ല. അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ നാളുകളിൽ ഈശോ മിശിഹായെക്കുറിച്ച് പറയപ്പെട്ട സംഭവങ്ങൾ, അത് നിറവേറിയ കാര്യങ്ങൾ, ഈശോ പ്രത്യക്ഷപ്പെട്ട വിവരങ്ങൾ, ഇങ്ങനത്തെയൊക്കെയുള്ള ഒരുപാട് വചനബദ്ധിതമായ കാര്യങ്ങൾ അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് അതിനകത്ത് അതിൽ രണ്ടുപേർ സംസാരിക്കുമ്പോൾ ഒരാൾക്കൊരു സംശയം വന്നു. അപ്പോൾ മറ്റേ ആൾ വാദിക്കുന്നു. അതാണ് സംസാരിക്കുകയും വാദിക്കുകയും അല്ല, ഇങ്ങനെയാണ് ഇന്നെല്ലാം പറഞ്ഞ് ദൈവ വചനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ഈശോ വന്ന് അവരുടെ കൂടെ നടക്കുക. ഹല്ലേലൂയ. Hallelujah. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി എന്നെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് ഞാൻ വരുമെന്നുള്ള വചനം സത്യമാണ്. Praise the Lord. Praise the Lord. പഴയ നിയമത്തിൽ മനോഹരമായ വചനമുണ്ട്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ എൻ്റെ നാമം അനുസ്മരിക്കാൻ നിങ്ങൾ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. Hallelujah. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 33 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. അത് നല്ല വചനമാണ്, വായിക്കാം. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ആ രംഗം ഒന്ന് ഭാവന കണ്ടേ, ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. എൻ്റെ സഹോദരങ്ങൾ, ഈ അപ്പസ്തോലന്മാർ 2 എണ്ണം തിരിച്ചു ചെല്ലുക. അങ്ങനെ തിരിച്ചു ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാർ അവരാരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? അവർ യേശുവിനെ കുറിച്ച് വചനത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ അവൻ വചനത്തിൽ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ചെല്ലുന്നു. ഇവരും അതിനോട് കൂടെ ചേർന്ന കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോ വന്നു. പറഞ്ഞു ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൂടുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ പല സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, വചനത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുക. വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ പഠിക്കാൻ തുടങ്ങുക. കാണാതെ പഠിച്ച വചനങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങുക. ഒരു വചനം കിട്ടുന്ന അടുത്ത ആൾക്കത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുക. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ നിങ്ങളുടെ നടുവിൽ വന്ന് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതാണ് കൊലോസ്സസ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 16-ാം തിരുവചനം. അതിന് വെളിപ്പെടുത്തുകയാണ്, പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമർത്ഥമായി വസിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അവ നമ്മൾ പരസ്പരം പല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കും, അല്ലേ? പലർക്കും ഉപദേശം കൊടുക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സങ്കീർത്തനങ്ങൾ, വചനങ്ങൾ, അതിങ്ങനെ ധാരാളം നിങ്ങൾ സമൃദ്ധമായിട്ട് വസിക്കട്ടെ. നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഉള്ളിലുണ്ടെങ്കിലല്ലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ പറയാൻ കാരണം എന്താ? അങ്ങനെ പറയാൻ തുടങ്ങിയാൽ അവിടെ ദൈവിക സാന്നിധ്യം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വീണ്ടും നല്ല പവർഫുൾ മറ്റൊരു വചനം എഫേസ്യസ് ലേഖനത്തിൽ 5:19, എഫേഷ്യൻ ചാപ്റ്റർ 5 വേഴ്സ് 19. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ പരസ്പരം സംഭാഷണം ചെയ്യുമ്പോ നമുക്ക് വരേണ്ടത് ചില സങ്കീർത്തനങ്ങളാണ്, ദൈവിക കാര്യങ്ങളാണ് വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അങ്ങനെ ചെയ്യുമ്പോൾ ഈശോയുടെ സാന്നിധ്യം, അതാണ് നമുക്ക് നടുവിൽ ഈശോയുടെ സാന്നിധ്യം പെട്ടെന്ന് വരാനുള്ള എളുപ്പ മാർഗമാണ് വചനങ്ങൾ പറയുക.
വചനത്തിന് ഉൾക്കാഴ്ചകൾ പറയുക. ഞാൻ ഓർക്കാണ് ചില യാത്രകളിൽ പലരോട് യാത്ര ചെയ്ത് ഓർക്കാണ്, അവർ യാത്രയ്ക്കാണ് വേറെ ഒന്നും പറയില്ല, വചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ വചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു ആത്മാവിൻ്റെ ജ്വലനമാണ്! കാരണം എന്താ, അവിടെ ഈശോ വരികയാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 26-ാം തിരുവചനം, 1 Corinthians chapter 14 verse 26, സഹോദരരെ ആകയാൽ എന്ത് വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയ ഉത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയെ കുറിച്ച് പറയുമ്പോൾ പഴയ നിയമത്തിൽ നിന്നുള്ള സങ്കീർത്തനങ്ങളാണ് പ്രാർത്ഥനകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ അർത്ഥത്തിലാണ് ഈ വചനത്തെ നമ്മൾ എടുക്കേണ്ടത്. എങ്കിലും നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ ചില വചനങ്ങൾ, ചില സങ്കീർത്തനങ്ങൾ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 9:15 നിന്റെ സംഭാഷണം അത്യുന്നതന്റെ നിയമങ്ങളെ പറ്റി ആയിരിക്കട്ടെ. ഹല്ലേലൂയാ. അപ്പോൾ നമ്മളുടെ സംഭാഷണത്തിൽ കൂടുതൽ ദൈവിക നിയമം. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയാണ് വേറൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എന്താ സംസാരിക്കാൻ പറ്റുക. എൻ്റെ സഹോദരൻ, നമ്മൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അതിൻ്റെ ഇടയിലൂടെ വചനവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടാണ് പോകേണ്ടത്. അങ്ങനെ സംസാരിക്കുന്ന ഈശോയുടെ ഭയങ്കര പ്രസൻസ് ഉണ്ടാവും. അത് ബൈബിൾ കൽപ്പനയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിന് 6-7 തിരുവചനങ്ങൾ, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം, ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഇനി ബാക്കി വായിക്ക്. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറയാ, യാത്ര ചെയ്യുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരുമിച്ച് കൂടുമ്പോൾ, കമ്പനികളൊക്കെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്, ആത്മീയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം. എൻ്റെ സഹോദരങ്ങൾ, അതുകൊണ്ട് ഈ വചനം കേട്ട് വെറുതെ പോകരുത്. നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ പഠിച്ചൊരു വചനം മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ വീടുകളൊക്കെ കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച വചനങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ പറയിപ്പിക്കും. അത് കേട്ടിരുന്നാൽ പോരാ, നമ്മളും പുതിയ വചനങ്ങൾ പഠിച്ച് പറയണം. എൻ്റെ സഹോദരൻ വൈകുന്നേരം അല്ലെങ്കിൽ കുടുംബപ്രാർത്ഥന കഴിഞ്ഞ് അല്ലെങ്കിൽ കുടുംബപ്രാർത്ഥന മുമ്പ് കുറച്ച് വർത്താനൊക്കെ പറയുന്ന സമയത്ത് പഠിച്ച വചനങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടെ. എന്തൊരു ദൈവിക സാന്നിധ്യമോ! ഹല്ലേലൂയ. ഒരുമിച്ച് ഫോണിൽ കുറേ സമയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 വചനം കൂടെ ഷെയർ ചെയ്യട്ടെ. എൻ്റെ സഹോദരങ്ങൾ, ചില തീരുമാനങ്ങൾ എടുക്കുക. ഇത് വചനത്തിൽ മാറ്റമില്ലാത്ത കാര്യമാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അവിടെ വരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരാധനയിൽ കർത്താവ് ശക്തമായ അഭിഷേകം തരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, വചനം വായിക്കാൻ പറ്റുന്നില്ല, വചനം പഠിക്കാൻ പറ്റുന്നില്ല, വചനം ഓർമ്മയിലിരിക്കുന്നില്ല, വചനം പറയാൻ കിട്ടുന്നില്ല. ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അതിനൊരു വലിയൊരു കൃപ തരും. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും. ഓ കർത്താവേ, വചനം പഠിക്കാൻ കൃപ ലഭിക്കട്ടെ. പഠിച്ച വചനങ്ങൾ തക്ക സമയത്ത് പറയാൻ തക്കവിധം ദൈവത്തിന്റെ കൃപ ഇപ്പോൾ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. യെശയ്യാ പ്രവചനം 34-ാമത്തെ അധ്യായത്തിന്റെ 16-ാം തിരുവചനം കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. അവയിൽ ഒന്നുപോലും കാണാതിരിക്കുകയില്ല. കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. ഈ വചനത്തിന്റെ അഭിഷേകത്താൽ വചനം പഠിക്കാൻ കൃപ ലഭിക്കട്ടെ, വചനം ഓർത്തിരിക്കാൻ കൃപ ലഭിക്കട്ടെ. ഒരുമിച്ച് കൂടുമ്പോൾ വചനം പറയാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. ഓ കർത്താവേ, ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുന്നു. വചനം പഠിക്കേണ്ട തടസ്സങ്ങളെ ബന്ധിച്ചു കിട്ടുന്നു. വലിയ കൂടുതൽ കൃപ വ്യാപരിക്കട്ടെ. ദൈവമേ, ഈ ആശീർവാദത്തിന്റെ സമയത്ത് സ്വർഗത്തിൽ നിന്ന് കരനീട്ടി ആശീർവദിക്കണമേ. ഇടിമിന്നൽ പോലെ കർത്താവിന്റെ വചനം പാഞ്ഞു വരുന്നു. അഭിഷേകം നിറയട്ടെ കർത്താവേ. ദൈവമേ, വലിയ കൂടുതൽ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. കൈകൾ ഉയർത്തി വിളിക്കട്ടെ യേശുവേ.